പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോട്ടയം വെച്ചൂർ പഞ്ചായത്തിലെ സ്വകാര്യ ഫാമിലെ 3000 കോഴികളെ കൊന്നൊടുക്കുന്ന നടപടി ആരംഭിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പനയും നിരോധിച്ചു. മഹാരാഷ്ട്രയിൽ IAS ട്രെയിനി പൂജ കെത്കറിന്റെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂനെ പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. തോക്ക് ദുരുപയോഗം ചെയ്തതിന് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് പൂജയ്ക്കെതിരെ പൂനെ അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ്. മഹാരാഷ്ട്രയിലെ ട്രാവൽ ഇൻഫ്ലുവൻസർ വെള്ളച്ചാട്ടത്തിൽ വീണു മരിച്ചു. 26-കാരിയായ ആൻബി കംദറാണ് മരിച്ചത്. മാൻഗോൺ ജില്ലയിൽ കുംഭെ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് സംഭവം. റീൽസ് ചിത്രീകരണത്തിനിടയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. തദ്ദേശീയർക്ക് സ്വകാര്യ മേഖലയിൽ 100% തൊഴിൽ സംവരണം ചെയ്യുന്ന ബിൽ കർണാടക താൽക്കാലികമായി മരവിപ്പിച്ചു. ബില്ലിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മാനേജ്മെന്റ് തസ്തികയിലടക്കം സംവരണം ഏർപ്പെടുത്താനായിരുന്നു നീക്കം. ഇത്തരം സംവരണ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കർണാടക സർക്കാരിന് നിയമോപദേശം ലഭിച്ചതായാണ് സൂചന. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 11 ലക്ഷം രൂപ അനുവദിക്കും. 10 ലക്ഷം രൂപ വനം വകുപ്പും 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയുമാണ് നൽകുന്നത്. ഇതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി.